റിനു 25 മണിക്കൂർ പിന്നിടുകയാണ്. ഒരു മനുഷ്യജീവനെ പറ്റി യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. അനാസ്ഥയുടെ ഇരയാണ് ആ മനുഷ്യൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നമ്മുടെ മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടി, തിരുവനന്തപുരം നഗരവാസികളുടെ മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടിയാണ് മാരായമുട്ടം സ്വദേശി ജോയ് ഇന്നലെ 11 മണിയോടുകൂടി മാൻഹോളിലേക്ക് ആ തോട്ടിലേക്ക് എത്തിയത്. അതിനിടയിലാണ് കനത്ത മഴയിൽ ജോയിയെ കാണാതായത്. വലിയ പരിശ്രമമാണ്, വലിയ കഠിനാധ്വാനമാണ് അവിടെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഏത് വിധത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്? റിനു ഇപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ബിനിലെ മൂന്നാം ഘട്ട രക്ഷാദൗത്യവും പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ടണൽ, അതായത് സ്ലാബ് തുറന്ന് പരിശോധന നടത്തിയ 4-3 പ്ലാറ്റ്ഫോമുകളുടെ മധ്യഭാഗത്ത് തന്നെയാണ്. 2 ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാണ്, സ്കൂബ ടീം അംഗങ്ങളാണ് ഡൈവ് ചെയ്ത് ഇതിനകത്തേക്ക് പോയിരുന്നത്. അവർ തിരിച്ച് കരയിൽ കയറുകയും ചെയ്തു. ഒന്നും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നല്ല ഇരുട്ടാണ്. മാലിന്യങ്ങൾ അത്രമാത്രം ദുഷ്കരമാണ്, മാലിന്യമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങളിപ്പോൾ ഡൈവ് ചെയ്ത് പോയപ്പോൾ എന്തായിരുന്നു സാധ്യത? ഇത് തന്നെയാണ്, ഈ വേസ്റ്റാണ് മെയിനായിട്ട്. ഈ അതായത് വെയിറ്റുള്ള വേസ്റ്റൊക്കെ താഴ്ന്ന ഈ ഡ്രസ്സ് അതുപോലുള്ള സാധനങ്ങൾ, അതായത് ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ വേസ്റ്റും ഇതിനകത്തുണ്ട്. അപ്പോൾ എത്ര മീറ്റർ കടക്കാനായി? ഇപ്പോൾ 40 മീറ്റർ. അതിനുശേഷം പോകാൻ പറ്റുന്നില്ല, അവിടെ ബ്ലോക്ക് ആവുകയാണ്. നമ്മൾ തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അവിടത്തേക്കും ഈ വേസ്റ്റിൻ്റെ ഇതുകൊണ്ട് ബ്ലോക്കായി, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ സ്കെച്ച് ലഭിച്ചപ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ട് എന്ന് പറയാം, ആ ഭാഗം വരെ എത്താൻ പറ്റിയിട്ടില്ല. അത് അവിടെ ഒരു ഡീപ്പുണ്ട് ഇടയ്ക്കൊരു സൈഡിൽ, എത്തിയിട്ടില്ല. ഇനി വിശ്രമത്തിന് ശേഷമായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് അടുത്ത് തുടങ്ങും. എന്താ മനസ്സിലാവുന്നുണ്ട്, രാവിലെ മുതൽ അശ്രാന്തമായിട്ടുള്ള ഇന്നലെ രാവിലെ മുതൽ നിങ്ങൾ അതെ തീർച്ചയായും ബില്ല് ഇവരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഒരു മനുഷ്യജീവന് വേണ്ടി ഇന്നലെ രാവിലെ മുതൽ അശ്രാന്തമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നത് നമ്മൾ തന്നെ കണ്ടതാണ്. അതേ ടീം തന്നെയാണ് തുടർന്നും ഇവിടെ ഒരു രക്ഷാദൗത്യം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്ന് അടക്കം കൂടുതൽ ദൗത്യ സംഘത്തെ, സ്കൂബ ടീമിനെ എത്തിക്കുവാൻ വേണ്ടി മന്ത്രി അടക്കം തീരുമാനം എടുത്തത്. ഇപ്പോൾ എന്തായാലും ഈ 3-4 പ്ലാറ്റ്ഫോമുകളുടെ മധ്യഭാഗത്തുണ്ടായിരുന്ന രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അവർക്ക് റെസ്റ്റ് വേണം, അവർ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടതാണ്. ഭക്ഷണമൊന്നും അതിനിടയിൽ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും രക്ഷാദൗത്യം തുടരുക. അതേസമയം തൊട്ടപ്പുറത്ത് ഈ ജോയിയെ കാണാതായ ആമഴിഞ്ചാന്തോട് തുടങ്ങുന്ന ഈ റെയിൽവേ കോമ്പൗണ്ടിനകത്തേക്ക് വന്ന് ചേരുന്ന ഭാഗത്ത് 1-2 പ്ലാറ്റ്ഫോമുകളുടെ സമീപമാണ്. അവിടെ NDRFിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും സംഘവും നഗരസഭയുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്, രക്ഷാദൗത്യം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവരും അപകടകരമാണ്, അല്ലെങ്കിൽ എത്രത്തോളം പേടിപ്പെടുത്തുന്നതാണ്, ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇത് എന്ന് നോക്കൂ. ആ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു 40 മീറ്റർ ദൂരത്തിൽ മാത്രമേ മുന്നേറാൻ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം മാലിന്യങ്ങൾ കാരണം മുന്നോട്ട് പോകാനേ സാധിക്കുന്നില്ല. അത്രയധികം മാലിന്യങ്ങളുണ്ട്. ആ പരിസരത്തുള്ള, ആ ലൊക്കാലിറ്റിയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നു. തുണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെള്ളത്തിൽ നനഞ്ഞു കഴിയുമ്പോൾ കട്ടി രൂപത്തിലാവുകയാണ്. അതൊരു കോൺക്രീറ്റ് പാളി പോലെ ആകുന്നതിനാൽ മുന്നോട്ടേക്ക് പോകുന്നില്ല, വെള്ളം ഒഴുകുക മാത്രമാണ് ചെയ്യുക. അതിനിടയിൽ എവിടെയോ ആണ് ജോയി തടഞ്ഞു കിടക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. നോക്കൂ, ഒരു മനുഷ്യജീവൻ പോയപ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു അനാസ്ഥയുടെ കാര്യം പുറത്തു വരുന്നത്. ജോയി ഒരുപക്ഷെ അപകടത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ മറ്റൊരു വലിയ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ മാത്രമേ ഇത് മുന്നിലേക്ക് വരികയുണ്ടായിരുന്നുള്ളൂ. അത്രയധികം വലിയ, ഒരുപക്ഷെ നമ്മൾ ഈ മഞ്ഞുമൽ ബോയ് സിനിമയിലെല്ലാം കണ്ടതുപോലെ, അല്ലെങ്കിൽ അന്ന് അവർ അനുഭവിച്ചതുപോലെ ഗുണ കേവ് പോലെ ആഴത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ അത്രയധികം അപകടകരമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ എത്ര വലിയ അനാസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. തീർച്ചയായും പിന്നിൽ നമ്മൾ ആ മഞ്ഞുമൽ ബോയ് സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ 2 ദിവസത്തെ പ്രയത്നം കണ്ടതിന് ശേഷം അത് ഇതിലേക്കാൾ ഭേദമെന്ന് വേണം കരുതാൻ. ആ സിനിമ കണ്ടൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അത്രയും ദുഷ്കരമാണ് ഈ ഒരു ദൗത്യമെന്നാണ്. കാരണം ഇത് മനുഷ്യൻ തന്നെ വരുത്തിവെച്ച ഒരു അപകടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരം നഗരവാസികൾ വരുത്തിവെച്ച ഒരു അപകടം. ഈ ടണലിലൂടെ കൃത്യമായി ജലം നന്നായി ഒഴുകിപ്പോയിരുന്നൊരു സ്ഥലമാണ്. ഇവിടെ വലിയ രീതിയിലുള്ള മാലിന്യമാണ് അടിഞ്ഞു കൂടിയിരിക്കുന്നത്.
അതായത് വലിയ കമ്പിളി പുതപ്പ് ഉൾപ്പെടെ ഇവരുടെ സിലിണ്ടറിലും അതുപോലെ തന്നെ ഇവർ മുങ്ങിപ്പോകുമ്പോൾ ഇവരുടെ ദേഹത്തുമൊക്കെ തന്നെ ചുറ്റി പിണഞ്ഞു എന്നുള്ളതാണ്. അത്രയും ദുഷ്കരമായ ഒരു കാര്യം. ഇവർക്ക് നടന്നു പോകാനൊന്നും പറ്റില്ല, മുട്ടുകുത്തി നടക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അത്രയും ദുഷ്കരം പിടിച്ച ചെറിയൊരു വിടവിലൂടെയാണ് ഇവർ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നീന്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടത്. കാരണം ഏകദേശം 2.5 മീറ്റർ വ്യാപ്തിയുണ്ട് ഈ ഒരു കനാലിന്. ഇതിലെ മുകൾ ഭാഗം മുഴുവനും മാലിന്യം നിറഞ്ഞ് മാലിന്യം അടിഞ്ഞ് പാറ പോലെ ഉറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ താഴ്ഭാഗത്തോടു കൂടി വേണം ഒരു ചെയർ, അതായത് വെള്ളം എന്ന് പറയാൻ കഴിയില്ല, ഒരു മിശ്രിതം, ഒരു ദ്രാവകം അതിലൂടെ വകഞ്ഞു മാറ്റി അകത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച സ്കൂബ അംഗം പറഞ്ഞത് ഒരു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ ഉള്ള ഒരു കെമിക്കൽ പോലെയുള്ളൊരു ഗന്ധം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഉള്ളിലേക്ക് കടന്നപ്പോൾ ലഭ്യമായി എന്നുള്ളതാണ്. അത് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓയിലിൻ്റെ ഒരു സ്മെല്ലായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് അവർ നിലവിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഏകദേശം 26 മണിക്കൂറോളമാകുന്നു ജോയിക്ക് വേണ്ടിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇനിയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഫയർഫോഴ്സ് സംഘം അല്പമൊന്ന് വിശ്രമിക്കുവാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോമിന് സമീപത്തേക്ക് എത്തി. അവർ വിശ്രമിക്കുന്ന ഒരു കാഴ്ച, ലഘുഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച. ഇതിനുശേഷം വീണ്ടും ഇവർ സ്കൂബ ഡൈവിംഗ് ടീം വീണ്ടും ഇതിനകത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്, സജ്ജീകരണങ്ങൾ ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടക്കുകയാണ്. 25 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്, 26 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്.